എന്നെ നോക്കിയ കാര്യം പറയും. ലാസ്റ്റ് ICUവിലേക്ക് എല്ലാം മാറി ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകാനിരിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞപ്പോൾ പുറത്തൊരു വേദന എന്ന് പറഞ്ഞത്. അപ്പോൾ എഴുന്നേറ്റ് നിന്നപ്പോൾ വല്ലാതെ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് സിസ്റ്റർമാർ അയ്യോ സാർ നടക്കല്ലേ എന്നുകൊണ്ട് വീൽ ചെയർ കൊണ്ടുവന്ന് അതിലേക്കാണ് തൊട്ടപ്പുറത്ത് ICU ആയിരുന്നു അപ്പോൾ കൊണ്ടുപോയത്. അപ്പോൾ പിന്നെ അതിങ്ങനെ കുനിഞ്ഞിരുന്ന ആൾ പെട്ടെന്ന് ആ ഡോർ അടയുന്നതിന് മുമ്പ് ഇങ്ങനെ തല പൊക്കി നോക്കി. എന്നിട്ട് എൻ്റെ നോക്കിയിട്ട് എന്തേരുണ്ട് എൻ്റെ കൂടെ. അമ്മയെ അച്ഛനെന്തോ ഉണ്ട്, അമ്മ അച്ഛൻ അയ്യോ ഡോക്ടർ എന്നെ വിളിച്ചു, അച്ഛന് ആകെ കൂടെ ശ്വാസം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ അപ്പോൾ സുഖമായിട്ടും കാണിച്ചത് രക്ഷയില്ല എന്നുള്ളൊരു മട്ടിലുള്ള. പൃഥ്വിരാജ് അച്ഛൻ്റെ മരണസമയത്ത് അവിടെ നിൽക്കുമ്പോൾ ഒരു വിഷമം പറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മക്കൾ എവിടെ ചെന്നാലും 4 കാലിൽ നിൽക്കണം എന്നുള്ളത്. ഒരു 5-8 മാസം നമ്മളിങ്ങനെ ആകപ്പാടെ എല്ലാം പോയി, ജീവിതമേ പോയി, ഇനി വേണോ എന്നൊക്കെ ആലോചിക്കുമ്പോഴായിരിക്കും ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റം അയ്യോ അത് വരാൻ പാടില്ലല്ലോ, അങ്ങനെ അല്ലല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് വരുമ്പോൾ നമുക്ക് എവിടുന്നോ ഒരു ശക്തി, ഒരു ആർജവം നമുക്ക് സ്വയം ലഭിക്കുക. പിന്നെ അതിൽ ഊന്നിക്കൊണ്ടാണ് പിന്നെ നമ്മുടെ യാത്ര. എവിടെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഇന്നാരുടെ മക്കളാണ്, ചുമ്മാതാണോ സുമാരൻ്റെ മക്കളല്ലേ എന്ന് പറയിപ്പിക്കണം. ഞാനപ്പോൾ അതുകൊണ്ട് മക്കളുടെ മുമ്പിൽ എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ എൻ്റെ മുറിക്കകത്ത് മാത്രം ഒതുക്കിയിട്ട് പിള്ളേരുടെ കൂടെ ഞാനൊരു നല്ല സുഹൃത്തിനെ പോലെ. കാരണം അപ്പോൾ ഞാൻ വിചാരിച്ചു സത്യമാണല്ലോ സുഖട്ടം പറയുന്നത്, അവരെ നല്ല മിടുക്കരായിട്ട് നിർത്തണം, ഞാനും അതുകൊണ്ട് അതുപോലെ തന്നെ കൂടെ നിൽക്കണം. ഞാനൊരു ഡള്ളായി പോയാൽ അത് അപ്പം റിഫ്ലക്റ്റ് ചെയ്യുക വരില്ലേ, എന്ത് പറ്റി അമ്മയ്ക്ക് എന്ന് ചോദിക്കും. അത് ഇപ്പോഴും ഉണ്ടത്, എന്തോ പറ്റി അല്ലേ ആ സുമാരൻ്റെ മൂഡ് ശരിയല്ല. പക്ഷെ അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ത്രാണി എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും സന്തോഷം എനിക്ക് നേടിയതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു എന്നെ ശുപാർശ ചെയ്ത് ഒരു വേഷം ചെയ്യിക്കാൻ ഒരുത്തരില്ല. നമുക്കൊരു കഷ്ടപ്പെട്ട് നമ്മൾ എപ്പോഴാണ് ജീവിതത്തിലൂടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ അത് സുഖേട്ടൻ്റെ മരണത്തോടുകൂടിയാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. മലയാളം ഈ 50 years കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും ഈ സിനിമാ മേഖലയിൽ, അതും ഈ ഒരു പ്രായം വരെ, അതൊരു ചെറിയ കാര്യമല്ല. അതും ഒരുപാട് കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങളെല്ലാം സ്വയം ചെയ്തുകൊണ്ടാണ് മല്ലികാമ്മ ഒറ്റയ്ക്ക് മുന്നേറി പോയിട്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ മല്ലികാമ്മയ്ക്ക് പറയാനുള്ളത്? അല്ല, ഞങ്ങളുടെയൊക്കെ തുടക്കത്തിൻ്റെ ഒരു ഗുണം കൂടെ ഉണ്ടാവുന്നത്. കാരണം ഞങ്ങളൊക്കെ കയറിയ സമയം എന്ന് പറയുന്നത് ഒരു കൂട്ടുകുടുംബം പോലെ മലയാള സിനിമയിലെ അംഗങ്ങൾ കഴിഞ്ഞിരുന്ന കാലം. അപ്പോൾ ആർക്കും ആരോടും പുതിയതോ പഴയതോ എന്നൊക്കെയുള്ള ഒരു വേർതിരിവോ പുച്ഛമോ ഒന്നും അങ്ങനത്തെ ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നാൽ പോലും പുതിയ പിള്ളേർക്ക് പോലും എന്താണ് ചിലപ്പോൾ ഒരു കളിയാക്കലുകളും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരിക്കുകയും അതൊക്കെ ഇപ്പോൾ ഇന്ന് വളരെ സജീവമായിട്ടുള്ള ഒരു സമയമാണ്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ല. അവർ കണ്ട സാഹചര്യങ്ങളിലൂടെയാണ് അവർ വളർന്നത്. KPSC ഉള്ളത് ചേച്ചി, പൊന്നമ്മ ചേച്ചി, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ദിവസം ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ എവിടെങ്കിലും ഒന്നിച്ച് കൂടും. അത് ഞങ്ങൾ ഒന്നിച്ച് പാട്ട് പാടുകയും സിനിമയ്ക്ക് പോവുകയും അങ്ങനെ. അപ്പം അന്നൊന്നും ഞങ്ങളൊരു സിനിമാ താരങ്ങളാണെന്നുള്ള രീതിയിലല്ല. നമ്മളെല്ലാം ഒരു ജോലി ചെയ്യാൻ മദ്രാസിൽ വന്ന് കിടക്കുന്നു. എല്ലാവരും തമ്മിൽ ഒരു സ്നേഹവും അടുപ്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും കഷ്ടപ്പെടാൻ വേണ്ടി വന്നവർ തന്നെയാണ് എന്നുള്ള ആ ഒരു വിചാരവും അതുകൊണ്ടുള്ള ഒരു സ്നേഹബന്ധവും ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ സെറ്റിൽ അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എന്തഭിനയിച്ചാലും എന്തെല്ലാം വേഷങ്ങൾ നമുക്ക് കിട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും അസൂയയും പരാതിയും പരിഭവവും ഒന്നുമില്ല. ഇന്നിപ്പോൾ ഒരാൾക്കൊരു വേഷം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അവരെ ഒന്ന് മാറ്റി അവിടെ കയറാൻ വല്ല മാർഗമുണ്ടോ എന്ന് നോക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഞാൻ അങ്ങനെ ഒരു റേസിന് ഞാൻ പോകാറില്ല, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. കാരണം എനിക്ക് എന്തെങ്കിലും വേഷം വരികയാണെങ്കിൽ അത് ആവശ്യമുള്ളവർ വിളിക്കും, പോകും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിൽ കൂടുതൽ അഭിനയിച്ചു, ഈ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള അവാർഡുകൾ കണ്ടാൽ ഇത് മുഴുവൻ എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളാണ്. അത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയാൻ വിട്ടുപോയി. ഒരുപാട് അവാർഡുകൾ നമുക്ക് അല്ല, ഇത് കുറച്ചേ ഉള്ളൂ. ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരുന്നു. കാരണം ഇതെല്ലാം കൂടെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും വർഷക്കാലം അഭിനയത്തിന് തന്നെയാണ് ഈ അവാർഡുകളൊക്കെ കിട്ടിയിരിക്കുന്നത്. ഈ പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റുള്ള ഒരു സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരുടെ ചില അവാർഡുകളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തുടക്കം അത്രയും ഒരു കൂട്ടുകുടുംബത്തിലേക്ക് ഒരാളെ ചെന്ന് കയറുകയും എല്ലാവരും സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലൂടെ വളരുമ്പോൾ നമുക്ക് ആ ഫീൽഡിനോട് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നും. ഈശ്വര, കറങ്ങി തിരിഞ്ഞ് എനിക്കറിയാവുന്നൊരു ജോലി, കാശ് ആദ്യം കുറച്ചാണെങ്കിലും പിന്നെ അത് കൂടി വരും. നമുക്ക് പടത്തിൻ്റെ എണ്ണം കൂടുന്നതോടുകൂടി പൈസയുടെ വരുമാനവും കൂടും.
അങ്ങനെയൊക്കെ വന്ന് തുടങ്ങിയിട്ട് ഈ 50 വർഷം പോയതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ കഷ്ടപ്പാടായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ തോന്നിയിട്ടേ ഇല്ല. കാരണം അഭിനയിച്ച പടങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാ സംവിധായകരുടെ പിന്നെ ഞാൻ അന്നും ഇന്നും ഒരു നായികയാവണമെന്ന് ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടില്ല. ഇന്നിപ്പം ഒരു വലിയ റോളിൽ മാത്രമേ ഞാൻ പോകുമെന്ന് ഞാൻ പറയാറില്ല. ചിലപ്പോൾ ചില സ്നേഹത്തോടെ എന്നെ വിളിക്കും, ചേച്ചി അതൊരു ആർട്ടിസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും, ഒരു 3-4 ദിവസത്തെ വർക്കേ ഉള്ളൂ കേട്ടോ, നമ്മൾ പോകും. എനിക്ക് അങ്ങനൊന്നുമില്ല, അങ്ങനെ ഇന്ന വേഷം തന്നെങ്കിലേ ഞാൻ അഭിനയിക്കുന്നില്ല. പക്ഷേ ആരെയും എനിക്കൊരു വേഷം തന്നേ പറ്റൂ എന്നും പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ ഒരു സ്നേഹബന്ധത്തിലൂടെ വന്നതുകൊണ്ട് ഇന്നും നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവരും ബഹുമാന്യരും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് 50 വർഷം പോയപ്പോൾ ഞാനൊരു വലിയ കഷ്ടപ്പാട് നടത്തിയാണ് ഈ 50-51 വർഷം ആയത് എന്നൊരു തോന്നലില്ല. എത്രയോ പേരുടെ സ്നേഹം ലഭിച്ചു, എത്രയോ പേരുടെ ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്, എത്രയോ പേരെ നമ്മൾ മാർഗദർശികളായിട്ട് ജീവിതത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഈ 50 വർഷം കൊണ്ട് ഞാൻ നേടിയ നേട്ടങ്ങളാണ്. അപ്പോൾ എനിക്ക് കോട്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നേട്ടങ്ങൾ എൻ്റെ സുഹൃത്തിനെ പോലും കിട്ടുന്നത് സിനിമയിലൂടെ അല്ല. ഓഫ്കോഴ്സ് സുഹൃത്തിൻ്റെ പെങ്ങൾ എൻ്റെ കൂടെ പഠിച്ചാണ്, എങ്കിലും ഞങ്ങൾ കൂടുതൽ അടുക്കുന്നതും പെരുമാറുന്നതും പഴകുന്നതും ഒക്കെ സിനിമയിലാണ് ഒന്നിച്ച് അഭിനയിക്കുന്ന കാലത്ത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈശ്വരനോട് ഞാൻ വിചാരിക്കുന്നത്, ദൈവം എനിക്കെല്ലാം തന്നിട്ടേ ഉള്ളൂ. സിനിമ ഈ പറഞ്ഞതുപോലെ അവസാനം പെട്ടെന്ന് അദ്ദേഹത്തിനെ അങ്ങ് കൊണ്ടുപോയെങ്കിലും അത് ഒരു ദൈവനിശ്ചയം എന്നല്ലാതെ അതിന് പകരം അദ്ദേഹം എനിക്ക് 2 മക്കളെ തന്നിട്ട് പോയില്ലേ. എന്നെ സ്നേഹിക്കുന്ന 2 കുഞ്ഞുങ്ങളുണ്ട്, എപ്പോൾ എന്ത് കാര്യത്തിന് അവർ മുമ്പിലുണ്ട്, അതൊക്കെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഒരിക്കലും എങ്ങനെ 52 വർഷം എത്തി എന്ന് ചോദിച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടു പറഞ്ഞാൽ ശുദ്ധ തുണയാണ്. ഒരുപാട് സുഖങ്ങളും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ത്രാണി അല്ല, അതാണ് സെക്കൻഡ് പോയിന്റ്. അതായത് പക്ഷേ എങ്ങനെയാണ് ഇപ്പം ഇത്രയും സന്തോഷം എനിക്ക് നേടിയതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ എന്നെ ശുപാർശ ചെയ്ത് ഒരു വേഷം ചെയ്യിക്കാൻ ഒരുത്തരുമില്ല. അങ്ങനെ ഒരാളുണ്ടായിട്ടേ ഇല്ല. എനിക്ക് തനിയെ ദൈവം കൊണ്ടെത്തുന്ന വേഷങ്ങൾ ഞാൻ അഭിനയിച്ചു. പിന്നെ നമുക്കത് കഴിഞ്ഞ് നമുക്കൊരു കഷ്ടപ്പെട്ട് നമ്മൾ എപ്പോഴാണ് ജീവിതത്തിലൂടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ അത് സുഖേട്ടൻ്റെ മരണത്തോടുകൂടിയാണ്. അപ്പം എനിക്ക് എവിടുന്നില്ല അതെനിക്ക് ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നത് ഒരു 5-8 മാസം നമ്മളിങ്ങനെ ആകപ്പാടെ എല്ലാം പോയി, ജീവിതമേ പോയി, ഇനി വേണോ എന്നൊക്കെ ആലോചിക്കുമ്പോഴായിരിക്കും ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റം, അയ്യോ അത് വരാൻ പാടില്ലല്ലോ, അങ്ങനെ അല്ലല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് വരുമ്പോൾ നമുക്ക് എവിടുന്നോ ഒരു ശക്തി, ഒരു ആർജവം നമുക്ക് സ്വയം ലഭിക്കുക. സത്യം പിന്നെ അതിലൂന്നിക്കൊണ്ടാണ് പിന്നെ നമ്മുടെ യാത്ര. മക്കൾ മിടുക്കരാവണം, മക്കൾ നല്ലോണം പഠിക്കണം, എവിടെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഇന്നാരുടെ മക്കളാണ്, ചുമ്മാതാണോ സുമാരൻ്റെ മക്കളല്ലേ എന്ന് പറയിപ്പിക്കണം എന്നൊക്കെയുള്ളൊരു വാശി എനിക്ക് സ്വയം തോന്നി. ഞാനപ്പോൾ അതുകൊണ്ട് മക്കളുടെ മുമ്പിൽ എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ എൻ്റെ മുറിക്കകത്ത് മാത്രം ഒതുക്കിയിട്ട് പിള്ളേരോട് ഞാനൊരു നല്ല സുഹൃത്തിനെ പോലെ പറയുമ്പോൾ മലയാളം എനിക്കൊരു കാര്യം പറഞ്ഞു. ഇപ്പോഴത്തെ എല്ലാവരും പറയും നിങ്ങൾ സെൽഫ് ലവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സെൽഫ് ലവിലേക്ക് പോകുമ്പോൾ പല അമ്മമാരും ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടേതായിട്ടുള്ള ജീവിതം കണ്ടെത്താനായിട്ട് അവർ ചിലപ്പോൾ കുട്ടികളെ വിട്ടിട്ട് പോകും. ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും മല്ലികാമ്മ ചിലപ്പോൾ മക്കൾക്ക് വേണ്ടി ജീവിക്കാനുള്ള തീരുമാനം എടുത്തത്. അവിടെയാണ് നല്ലൊരു അമ്മ എന്നുള്ളൊരു കാറ്റഗറി വരുന്നത്. പക്ഷേ ഈ അമ്മൂമ്മ അല്ലെങ്കിൽ ബിസിനസ് പേഴ്സൺ, നല്ലൊരു വ്യക്തി, ഇതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത കിട്ടിയിരിക്കണം മല്ലികാമ്മയ്ക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ, ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലൂടെ ആണല്ലോ ഞാൻ മറ്റു പദവികളിലേക്ക് എത്തുന്നത് തന്നെ. അപ്പം അതിൻ്റെ ഒരു പാത എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് മല്ലികാ സുകുമാരൻ സഞ്ചരിച്ചു, മനുഷ്യ മനസ്സുകളിൽ ചെന്നു. ഇന്ന് എന്തെല്ലാം ശത്രുക്കൾ ഒരു ഭാഗത്തു നിന്ന് പറഞ്ഞാലും മല്ലിക ചേച്ചിയുടെ ഇൻ്റർവ്യൂ കേൾക്കുന്നത് വലിയ താല്പര്യമാണ്. ഈ 2 ദിവസത്തേക്ക് മുമ്പ് എന്നെ വിളിച്ചിരുന്ന അബുദാബിയിൽ നിന്ന്. ചേച്ചിയുടെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അന്ന് ഇവിടെ വീട്ടിൽ ഭക്ഷണം കഴിപ്പൊക്കെ ലേറ്റായിട്ടാണ്. ഞാൻ ചോദിച്ചു അതെന്താ? അതങ്ങനെ അവൾ വരണ്ടേ, വല്ലപ്പോഴുമാണ് 10 നല്ല വാചകങ്ങൾ പറഞ്ഞു തരുന്നത് കേൾക്കുന്നത്, നിങ്ങളത് ഇല്ലാതാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇത്രയുള്ള കാര്യം. അല്ല, തമാശ സീരിയസ് ആവാനടുത്ത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്, അതും ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുറച്ച് പേരിൽ ഒരാളാണ് മല്ലിക. അതുണ്ട്. പിന്നെ പലരും പറഞ്ഞെന്താ ചിലരൊക്കെ ഭയങ്കര, അവർക്കൊക്കെ അതുപോലുള്ള വിവരം ഉണ്ടായിരിക്കും, ഭയങ്കര സാഹിത്യ ഭാഷയിൽ സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ചും സാംസ്കാരിക നായകന്മാരുടെ അലംഭാവത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ പറഞ്ഞു തള്ളും. ഈ ചേച്ചി പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ബാക്കിയുള്ളവർ പറയുമ്പോൾ എന്തോ ഇവർ പറയുന്നത് അപ്പൊ അങ്ങനെ അതൊരു പക്ഷേ ഞാൻ അത്രയ്ക്ക് വലിയൊരു ഭാഷാ പണ്ഡിത അല്ലാത്തതുകൊണ്ട് എനിക്കറിയാവുന്ന ഭാഷയിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന സത്യസന്ധമായ കാര്യങ്ങൾ ആരെയും ഞാൻ ഭയക്കാറില്ല. പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അതുകൊണ്ട് ചെറുക്ക് ഇഷ്ടപ്പെടാം. പക്ഷെ ആ പിണക്കങ്ങളൊക്കെ ശാശ്വതമല്ല.
ഇന്ന് കേട്ട ഒരു സംഗതി എന്നാലും അവരത് പറഞ്ഞല്ലോ എന്നുള്ളത് നാളെ കൂടെ നിൽക്കും, മറ്റന്നാ പോവും. മറ്റേ നുണ പറഞ്ഞാൽ പിന്നെ ആയുഷ്കാലം മുഴുവൻ നമ്മൾ കൊണ്ടു നടക്കണം. അയ്യോ കൊണ്ടാൾ എന്നെ നോക്കുന്നത്, ഞാനന്ന് പറഞ്ഞത് കള്ളമാണെന്നൊക്കെ മനസ്സിലായി കാണും എന്നുള്ളൊരു നമുക്ക് ടെൻഷൻ ഈ ഉണ്ടാവും. പറഞ്ഞ പോലെ ആ സമയത്ത് അങ്ങ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേർക്കൊരു വിഷമം ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതോടിയത് കഴിഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ നോണ നമുക്ക് ഓർമ്മ നിൽക്കണമല്ലോ, അതുണ്ടാവില്ല. അപ്പൊ നമ്മൾ അത് ഒന്നാമത്തെ കാര്യം, നമ്മൾ പോലും മറന്നു പോകും. പിന്നെ അത് മാത്രമല്ല, നുണയാണെന്ന് മറ്റവരറിയാം ഇവരാള് കൊള്ളാമല്ലോ എന്നുള്ളത് നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥാനം പോയി കിട്ടും. എന്തിനാ ഇനി പോകുന്നത്? അത് കാരണം ഞാൻ അങ്ങനെ അറിയാവുന്ന കാര്യങ്ങൾക്ക് ഞാൻ പറയാം, അല്ല ഇത് ഇങ്ങനെയാണ്, അത് തെറ്റാണ്, ഇതാണ് ശരി എന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പൊ ഇതില് ജെം എന്ന് പറയുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതാണ്. വല്യാമ്മ എന്നെ പറഞ്ഞു, എല്ലാം കഴിഞ്ഞു, സുകുമാരൻ സാറിന്റെ മരണശേഷം എല്ലാം കഴിഞ്ഞു, ഇനിയൊന്നും എനിക്ക് ലൈഫില്ലാന്ന് ചിന്തിച്ച ആ ഒരു മൊമെന്റ് ഉണ്ടാവും. ആ മൊമെന്റിൽ നിന്നും എനിക്ക് ജീവിക്കണം, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്നൊരു സംഭവം തോന്നാൻ കാരണം ചിലപ്പം സുകുമാരൻ സാർ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്വത്ത് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം. സ്വത്തിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം മക്കൾ എവിടെ ചെന്നാലും 4 കാലിൽ നിൽക്കണം എന്നാണ്. സൈനിക സ്കൂളിൽ പഠിക്കുമ്പോഴേ പറയും, അവിടെയുള്ള സാറുമാർക്കെല്ലാം അറിയാം. എക്സ്റ്റംപോർ സ്പീച്ചിനൊക്കെ മിസ്റ്റർ ലാ ഫെസ്റ്റ് ഫംഗ്ഷനിനൊക്കെ രാജു പോകും. ഇന്ദ്രനും അതുപോലെ തന്നെ സ്പോർട്സിനും ഉണ്ട്, നാടകത്തിനുണ്ട്, പാട്ടിനുണ്ട്. അപ്പം ഇവന്മാർ ഇറങ്ങി തിരിഞ്ഞ സിനിമയിലൊക്കെ വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സ്കൂളിലേക്കൊക്കെ പോയിരുന്നത് അവർ തന്നെ താനെ എഴുതി സംവിധാനം ചെയ്ത നാടകമുണ്ട് രാജുവൊക്കെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ പിള്ളേർ നന്നായിട്ട് പഠിക്കണം, എവിടെങ്കിലും ചെന്നിരുന്നാലും അമ്മ അടിക്കാതെ ക്ലാരിറ്റിയോടുകൂടി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം, പിന്നെ കള്ളം പറയുക നിർബന്ധമായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഉള്ളതുള്ളതുപോലെ പറയുക. അത് കള്ളം പറയുമ്പോൾ ആ ഒരു ദിവസത്തെ പ്രയാസമേ ഉള്ളടാ, പിന്നെ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം അപ്പോൾ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ ഒരു 6-7 മാസം സുഖമായിട്ടെ മരണം കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ അങ്ങ് ഡള്ളാവുന്നു. ഞാൻ ഒരു വലിയ കട്ടിലുണ്ട്, അവിടെ കിടക്കുമ്പോൾ ഇവന്മാർ അപ്പുറവും അപ്പുറം വന്ന്, എന്താ അമ്മേ കിടക്കുന്നേ, അമ്മ ഈ സമയത്ത് കിടക്കത്തില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഇവരിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ദൈവമേ. അപ്പം ഞാൻ എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മേ എന്താ ഇവർക്ക് വലിയൊരു വിഷമമുണ്ട് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് പറഞ്ഞ്. ഞാൻ പിന്നെ പതുക്കെ ഒന്ന് മാറാൻ തുടങ്ങിയ സമയത്താണ് ദൈവമായിട്ട് നമ്മുടെ KK രാജീവിനെ പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞൊരു സീരിയല്. അപ്പോഴത്തേക്ക് ഏതാണ്ട് സുഖട്ടം മരിച്ചൊരു 1.5 വർഷത്തോളമായി. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അതിൽ ആദ്യമായിട്ട് തിലകൻ ചേട്ടൻ, ജയഭാരതി എല്ലാവരും അഭിനയിക്കുക. അപ്പൊ എനിക്കൊരു ഉത്സാഹം തോന്നി, അയ്യോ നമുക്കറിയാവുന്ന സിനിമാക്കാരൊക്കെ തന്നെയാണല്ലോ അല്ലേ. ഇതൊന്നും സീരിയൽ രംഗമായിട്ട് ഞാൻ അത്ര പരിചയമില്ല, തുടങ്ങിയതേ ഉള്ളൂ സീരിയലുകളും. പിള്ളേർ അമ്മയ്ക്ക് അറിയാവുന്ന ജോലി ഭാരതി ആൻറ്റിയും തിലരങ്ങളും ഒക്കെ ഉണ്ട്, അമ്മ പോയാട്ടെ, ഒന്നുമില്ലേ രാവിലെ പോയാൽ വൈകുന്നേരം 6-7 മണിക്ക് ഇനി വരാമല്ലോ. ഞങ്ങളും സ്കൂളിൽ ഇപ്പോൾ സൈനിക സ്കൂളിലാണെങ്കിലും അല്ലെങ്കിലും അതല്ലാതെ വന്നാലും ഇവിടെ നിൽക്കുമ്പോഴും ഒരു ട്യൂഷനോ കാര്യങ്ങളോ ഒക്കെ കഴിയുമ്പോൾ 6-7 മണിയാവത്തില്ലേ അമ്മ ഇങ്ങനെ ഇരുന്ന അമ്മയും കൂടെ എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിരിക്കും. പ്രഷറും കൂടി അമ്മൂമ്മയ്ക്കും വിഷമം, അമ്മയ്ക്കും വിഷമം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പെയ്തൊഴിയാതെ അഭിനയിക്കാൻ പോയി. അപ്പോൾ അവിടെ തൊട്ട് പിന്നെ ഞാൻ കുറച്ചൊന്ന് മാറി പിള്ളേരുടെ കൂടെ വളരെ ഒരു ആക്റ്റീവായിട്ട് നിൽക്കാൻ തുടങ്ങി. ഇന്ദ്രൻ്റെ കൂടെ കോളേജിൽ പോകും. അപ്പോഴാണ് രാജുവിന് ഓസ്ട്രേലിയയിൽ അഡ്മിഷൻ കിട്ടുന്നത്. പിന്നെ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയി. പിന്നെ അങ്ങനെ അങ്ങ് നിന്നു. കാരണം അപ്പം ഞാൻ വിചാരിച്ചു, സത്യമാണല്ലോ സുഖട്ടം പറയുന്നത്, അവരെ നല്ല മിടുക്കരായിട്ട് നിർത്തണം, ഞാനും അതുകൊണ്ട് അതുപോലെ തന്നെ കൂടെ നിൽക്കണം. ഞാനൊരു ഡള്ളായി പോയാൽ അത് അപ്പം റിഫ്ലക്റ്റ് ചെയ്യുക അവരിൽ, എന്ത് പറ്റി അമ്മയ്ക്ക് എന്ന് ചോദിക്കും. അത് ഇപ്പോഴും ഉണ്ടത്, എന്തോ പറ്റി അല്ലേ ആ സുമാരൻ്റെ മൂഡ് ശരിയല്ല എന്ന് പറയും. പിന്നെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പം വിട്ടുപോയൊരു കാര്യമാണ്, പൃഥ്വിരാജ് ഈ മരണസമയത്ത്, അച്ഛൻ്റെ മരണസമയത്ത് അവിടെ നിൽക്കുമ്പോൾ ഒരു വിഷമം പറഞ്ഞിരുന്നു. അതായത് ഇത്രയും മനസ്സിനുള്ളിൽ ഇല്ലാത്തൊരു കല്ലായിരിക്കും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും, നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി വന്നിരിക്കുന്ന സെലിബ്രിറ്റീസിന് ആൾക്കാർ ആ ഒരു അത് കാണുമ്പോൾ ശരിക്കും അവിടെ ഒരാൾ മരിച്ചു കിടക്കുകയാണ് എന്നൊരു ചിന്ത പോലും ഇല്ലാതെയാണ് ആ ഒരു അങ്ങനെ ഓടി. അല്ല അതുകൊണ്ട് കേട്ടോ ചിലപ്പോൾ, കാരണം എനിക്ക് ഈ അടുത്ത കാലത്ത് വളരെ വേണ്ടപ്പെട്ട ഒരു മരണത്തിന് ഞാൻ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നെ കണ്ടപ്പോഴേ വന്നു, ഇപ്പൊ പൃഥ്വിരാജ് എവിടെയാന്ന് ഞാൻ പറഞ്ഞു. എന്താ പൃഥ്വിരാജ് ഇവിടെ ഇല്ല, ഗുജറാത്തില്. അല്ല എന്തുകൊണ്ടാണ് ഈ മരണ സമയത്ത് പെട്ടെന്ന് അവര് എന്താ അറിയില്ല, എനിക്കും അറിയില്ലത്. അവിടെ വെച്ചാണോ ചോദിക്കേണ്ടത് പൃഥ്വിരാജ് ഇപ്പൊ എവിടെ? അല്ല ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഷെഡ്യൂൾ, ഒരു മേജർ ഷെഡ്യൂൾ ഗുജറാത്തിലുണ്ടായിരുന്നു, ഒരു 40-45 ദിവസം. ആ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളാണ്. അപ്പോൾ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. ഈശ്വര അതൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം എന്നൊക്കെ വിചാരിച്ച് ദൈവത്തിനെ വിളിച്ച് പറഞ്ഞു, പൃഥ്വിരാജ് ഇപ്പൊ എവിടാ? അവരെന്തിനാ അവിടെ വന്നത്? പൃഥ്വിരാജിന്റെ കാര്യം അന്വേഷിക്കാനാ. അത് കാണുമ്പോൾ എക്സൈറ്റ്മെന്റിലും ആവേശത്തിലും ചോദിക്കും. മനഃപൂർവ്വം ആയിരിക്കില്ല, പക്ഷെ അറിയാതെ അങ്ങ് വന്നു പോകുന്നു. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് പോകും അവർക്ക്. അപ്പൊ അവൾ അതിന്റെ
ഒരു കുഴപ്പങ്ങൾ ചിലപ്പോൾ നമ്മുടെ ആൾക്കാർക്കുണ്ട്. അത് ആരെയും ദ്രോഹിക്കാനല്ല, ചിലപ്പോൾ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ പൃഥ്വിരാജ് അവരുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒക്കെ വല്ലതും കാണുന്നതൊക്കെ കൊച്ചു പിള്ളേരല്ലേ, കൊച്ചു പിള്ളേർക്കാണല്ലേ ഈ കൊച്ചു ഹീറോമാരെ കാണാനായിട്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം മലയാളം ശരിക്കും സുകുമാര സാറിന്റെ ആ ഒരു ഇമിറ്റേറ്റ് ചെയ്തില്ലേ, ചെയ്യാവോ? ഏതെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പറയാമോ? ഡയലോഗാണോ അതോ മറ്റേ ഞാൻ പറഞ്ഞ കണ്ണുകള് എന്നെ നോക്കിയ കാര്യം പറയും. ലാസ്റ്റ് ICUവിലേക്ക് എല്ലാം മാറി ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകാനിരിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞപ്പോൾ പുറത്തൊരു വേദന എന്ന് പറഞ്ഞത്. അപ്പൊ എഴുന്നേറ്റ് നിന്നപ്പോൾ വല്ലാതെ വരുന്നു. അപ്പൊ പെട്ടെന്ന് സിസ്റ്റർമാർ അയ്യോ സാർ നടക്കല്ലേ എന്നുകൊണ്ട് വീൽ ചെയർ കൊണ്ടുവന്ന് അതിലേക്കാണ് തൊട്ടപ്പുറത്ത് ICU ആയിരുന്നു അപ്പൊ കൊണ്ടുപോയത്. അപ്പൊ കൊണ്ടുപോയിട്ട് ICUവിന്റെ ഓട്ടോമാറ്റിക് ഇതല്ലേ, അതിങ്ങനെ അടയുന്നതിന് മുമ്പ് കുനിഞ്ഞിരുന്ന് ഒന്നത് ഇഷ്ടമല്ല അങ്ങനെ ഷർട്ട് ഇടാതെ പെട്ടെന്ന് വീൽ ചെയറിലിരുന്നത്. അതേ അദ്ദേഹത്തിന് പിടിച്ചില്ല. പിന്നെ അതിങ്ങനെ കുനിഞ്ഞിരുന്ന ആള് പെട്ടെന്ന് ഡോർ അടയുന്നതിന് മുമ്പ് ഇങ്ങനെ തല പൊക്കി നോക്കി, എന്നിട്ട് എൻ്റെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു. അപ്പോഴെനിക്ക് എന്താ, പക്ഷേ അകത്ത് കയറിയിട്ട് ഇന്ദിരൻ ചെന്നിട്ട് ഇന്ദിരനുണ്ട് എൻ്റെ കൂടെ. അമ്മയെ അച്ഛനെന്തോ ഉണ്ട്, അമ്മ അച്ഛൻ അയ്യോ ഡോക്ടർ എന്നെ വിളിച്ചു, അച്ഛന് കൂടെ ശ്വാസം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ അപ്പോൾ സുഖവട്ടം കാണിച്ചത് രക്ഷയില്ല എന്നുള്ളൊരു മട്ടിലുള്ള ഒരു ആട്ടമായിരുന്നു. അങ്ങനെ നോക്കിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ സുഖൻ്റെ നോട്ടവും എല്ലാം എപ്പോഴും പുള്ളി അങ്ങനെ ഈ ഓവറായിട്ട് കൊഞ്ചി കാണിക്കുന്ന ആളൊന്നും അല്ലല്ലോ. അതില്ല ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ കൂടെ ഇപ്പം എവിടെയെങ്കിലും പോയി എൻ്റെ ഭാര്യയാണ് അങ്ങനെയാണെങ്കിൽ അതല്ല, അത് തനി മലബാർ കാർന്നവരോ കേട്ടോ സത്യം. എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ എൻ്റെ ഭാര്യ എന്നുള്ളത് ശരിയാണ്, എൻ്റെ ഭാര്യയാണ്, ആ സ്നേഹമൊക്കെ വീട്ടിലുണ്ട്, മക്കളോട് അതിനെക്കാട്ടിലും ഉണ്ട്. പക്ഷെ നമ്മുടെ കുടുംബം ഷോ താല്പര്യം സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, മറ്റുള്ളവരെക്കാളും ഒരു 10 ഇരട്ടി കാണും. പക്ഷെ അതൊക്കെ പുറമേ ഇരിക്കുന്നവരെ ബോധ്യപ്പെടുത്തി അതൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഇതിൽ വന്നൊരു കമന്റ് ആയിരുന്നു, സുകുമാരൻ സാറിന്റെ വോയിസ് ഇത്രയും ഭംഗിയായി ആരും ഇതുവരെ അനുകരിച്ച് കണ്ടിട്ടില്ല എന്നുള്ളത്. ഇന്ദ്രൻ നന്നായിട്ട് ചെയ്യും. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് ചെറിയ വാചകങ്ങളൊക്കെ പറയും അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിളികളൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ കാതിലിങ്ങനെ മുഴങ്ങും നമുക്ക്. അതുപോലെ തന്നെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചില പ്രത്യേക സംഭവങ്ങൾ, മീൻ കറി വേണം എന്നും വേണമെന്നൊരു സംഭവമുണ്ട്. ഒരു തമിഴ്നാട് രസവും ഈ പച്ച പാവയ്ക്ക കനം കുറച്ച് ഇങ്ങനെ കുറച്ച് കൊണ്ടാട്ടം പോലെ പച്ചയ്ക്കുള്ളത്, അല്ലാതെ ഉണക്കിയിട്ടല്ല, പച്ച വറുത്തെടുക്കും. ഇത് രണ്ടും വലിയ ഇഷ്ടമാണ്, തൈര് മുളക് വറുത്തത്. അപ്പൊ ഇതൊക്കെ ഞാൻ വീട്ടിൽ നിർബന്ധമായിട്ട് വേണം. പിന്നെ മീൻ കറി കഴിയുന്നത് ഞാൻ ഉണ്ടാക്കണം. ഒരു ശകലം മാറിയാൽ എന്തോ ആണോ എന്തോ ജോത്സ്യം വല്ലതും അറിയാമായിരുന്നോ എന്തോ ഈശ്വര കറക്റ്റായിട്ട് ചോദിക്കും, ധാരാ മീൻ കറി ഉണ്ടാക്കിയത് അത് ചോദിക്കാം. അപ്പൊ ഞാൻ പറയാം ഞാൻ തന്നെ അല്ല അയ്യോ എല്ലാം കലക്കി ഞാൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തിളയ്ക്കുമ്പം ഒന്ന് വാങ്ങി വെച്ചേക്കണമെന്ന് അവരോട് പറഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു. മതിയല്ലോ, ആ തിളച്ച് വാങ്ങി വെച്ചിട്ട് പോയാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്, അത് വലിയ തന്നെ ചെയ്യണം എന്നൊക്കെയുള്ളത്. പക്ഷെ മലയാളം ഇപ്പോഴും അതൊരു അനുകരണം ഒന്നും കാണിച്ചില്ല കേട്ടോ. ഡയലോഗ് ഏതായിരുന്നു എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു സാരി ഉടുത്തിട്ട് കാറിൽ കയറിയാലോ കേട്ടോ. എന്റെ കൂടെ പിന്നെ അവിടെ വെള്ളായണിയിലുള്ള ഒരു സ്ത്രീ ജോലിക്ക് കുറേ കാലം നിന്നിട്ടുണ്ട്. അപ്പോൾ സാരിയൊക്കെ കൊടുത്തു സുഖം തന്നെ. ഞങ്ങൾ കൂടെ പോവാം, ഡ്രൈവറില്ല. ഡ്രൈവ് ചെയ്ത് ഞാൻ ഇറങ്ങാൻ നേരത്തെ ഇവര് വിളിച്ചു, അയ്യോ കുഞ്ഞാ നോക്കണം ആ സാരിയെ ആ ഫാള് വെച്ചിരിക്കുന്ന സ്ഥലത്തെ ഒരു ഓട്ട, അപ്പൊ എന്തോ തേച്ചപ്പോ എന്തോ ഇങ്ങനെ ആയതാണ്. ഞാനിത് കണ്ടില്ല. ഇവിടെ അയ്യോ സുഖട്ടാ ഒരു 5 മിനിറ്റ് ഈ സാരിയുടെ അവിടെ ഇങ്ങനെ ഒരു ഹോൾ എന്തോ ആൻ ചെയ്തപ്പോ വന്നാൽ ഞാൻ വേഗം വരാം, വേറൊരു സാരി എടുത്തൊരു പെട്ടെന്ന് നിനക്ക് വേറെ പണിയില്ലേ മല്ലികേ, സുകുമാരന്റെ ഭാര്യയ്ക്ക് പറഞ്ഞ ഭാര്യ സുകുമാരന്റെ ഭാര്യയ്ക്ക് ഒരൊറ്റ സാരി ഉള്ളതൊന്നും ജനം വിചാരിക്കത്തില്ല, മറിച്ചായിരിക്കും പറയുക. അയ്യോ പാവം വലിയ ചേച്ചി കണ്ടില്ല സാരിയുടെ അവിടെ ഒരു ചെറിയ ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ. ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ ഈ പറയുന്നത്. മാറാൻ സമ്മതിച്ചില്ല, വണ്ടി കയറി വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു, അങ്ങ് പോയി. അതിന് തിരിച്ചതപ്പോ എത്ര പേര് ചോദിച്ചു സാരി കീറിയോന്ന്, അയ്യോ ഓർമ്മയോ കൊള്ളാം. ഇതുപോലെ ഓർമ്മശക്തിയുള്ള ഒരാള് കിട്ടിയേക്കുന്നുള്ളത് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. മറ്റേ സിറ്റി റോബോ പോലെയാണ് ഡയലോഗ്സ് ഒക്കെ നോക്കുന്നത്. സത്യം സുഹേട്ടൻ്റെന്നാണ് ഈ മക്കള് പഠിച്ചത്. സുഹേട്ടൻ ഇങ്ങനെ ഒറ്റ പ്രാവശ്യം നോക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ അധ്യാപകനായിരുന്നല്ലോ, ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്നു, അതാണോ എന്തോ പെട്ടെന്ന് പഠിക്കും ഡയലോഗ്. കുറെയൊക്കെ ഞങ്ങളൊക്കെ ആ സ്കൂളാണ്, എന്നാൽ പോലും പിന്നെ സുഖമുണ്ട്. അതെ ചില സംഭവങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കയ്യിൽ നിന്നൊക്കെ ഇടുന്നത് അത് കറക്റ്റ് ആയിരിക്കും ആ സീനില്. അതൊരു മുഴച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ല. അതിപ്പോ ഞാൻ ഈയിടെ സുഖമുണ്ട് ഒരു പരിപാടിക്ക് അമൃതയ്ക്ക് പോയിരുന്നപ്പം സ്വാമി പറഞ്ഞു ഈ CVI ഉണ്ടല്ലോ ഈ ചെവി ജോലി എങ്ങനെ. അപ്പൊ അത് പിന്നെ സായി കാണിച്ചു, വേറൊരു പടം വന്നപ്പോ സുഖേട്ടന്റെ വേഷം സായിയാ ചെയ്തത്.
അപ്പൊ പറയാം സത്യം ഞങ്ങൾ ആരും പറഞ്ഞില്ല, പുള്ളി ഡയലോഗ് കാണിച്ച, പക്ഷെ അതല്ല സ്റ്റൈലായിരുന്നു. അത് സ്റ്റൈലായി. എന്താണ് മരിച്ചവരോ മരിച്ചു, ജീവിച്ചിരിക്കുന്നവരെങ്കിലും വെറുതെ വിടറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഡയലോഗ് CBI ഡയറക്കുറിപ്പില്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ചില സംഭവങ്ങൾക്ക് അത് അന്ന് സുഹൃത്തിനെ കാണുന്നവർക്കുള്ള ഒരു ഹരവും അതായിരുന്നു. ഒരു റൊമാൻറ്റിക് ഹീറോ സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു റെബൽ ഹീറോ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്, വീട്ടിലൊക്കെ എപ്പോഴും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു സുഹാൻ സാർ? ഇല്ല. അങ്ങനെ ഒരു സംഭവം വീട്ടിലില്ല. അതോ പിള്ളേരെന്ത് കാണിച്ചാലും ഞാനായിരുന്നു അവരുടെ ശത്രു. ഞാൻ ചെവിക്ക് പിടിക്കുകയും ചെറിയ കിഴുക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. ഉടനെ ചെന്ന് പറയും അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഉടനെ വല്ലപ്പോഴും കാണുന്നുണ്ടായിരിക്കും കേട്ടോ കഷ്ടം. ആ പാടെ ഇവിടെ 2 ദിവസം വരുന്നത്, അതേരം പിള്ളേരെ വഴക്ക് അതൊക്കെ ചോദിച്ചു ഒന്നും പറയത്തില്ല. അതേസമയം നമ്മൾ ഹോംവർക്ക് ചെയ്യിക്കണം, അത് ചെയ്യണം. അപ്പം നമുക്കാണല്ലോ കുറെ കൂടെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്. അതിന് വഴക്ക് അങ്ങനത്തെ വീട്ടിൽ വഴക്ക് പറച്ചിലും ഒന്നുമില്ല. ഞാൻ ആകെപ്പാടെ ഞാൻ കയറി ഉടക്കും. ചിലപ്പോൾ ചില പാർട്ടിക്കൊക്കെ പോയിട്ട് കുറച്ച് മദ്യപിച്ചിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം കൂടുതലായിരിക്കും. ഭയങ്കര വർത്തമാനം. പിന്നെ രാത്രി 12 മണി വീട്ടിൽ ആരും ഉറങ്ങത്തില്ല. ഞാൻ ഇത് ആരാണോ എന്തോ ഇത് വിളിച്ചുകൊണ്ട് പോയി കൊടുത്തേ, എനിക്ക് ഉറക്കം വരുന്നേ ഭഗവാൻ. അതങ്ങനെ. പിന്നെ ഫുട്ബോൾ മാച്ച്, ക്രിക്കറ്റ് മാച്ച്, വേൾഡ് കപ്പ് ഒക്കെ ഉള്ളപ്പോൾ കട്ടൻ കാപ്പി കട്ടൻ ചായയൊക്കെ ഇട്ട് അച്ഛനും മക്കളും കൊണ്ടിരുന്ന് കാണും. ആ പ്രദേശത്ത് ഒരു വീട്ടുകാർക്ക് ഉറങ്ങാനൊക്കത്തില്ല. ഓരോ ഗോൾ അടിക്കുമ്പോഴും ഇവിടെ കിടന്നുകൊണ്ട് കോറസാ വിളി. ഞാൻ പറയും ഈശ്വര, അപ്പുറത്തൊക്കെ ഉള്ളവർ രാവിലെ ജോലിക്ക് പോകുന്നവരാണ് ഇങ്ങനെ കിടന്ന് വിളിക്കാതെ. ഇവിടെ ഫുട്ബോൾ കളി കാണുന്ന അങ്ങനത്തെ പിള്ളേരോട്ട് ഭയങ്കര കളി തമാശ. ശരിക്കും അതൊരു പറയാൻ തന്നെ വാക്കുകളില്ല. ശരിക്കും അങ്ങനത്തെ ഒരു അച്ഛന്റെ കുറവ് നികത്താന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റില്ല. ശരിക്കും ഞാനൊരു സീനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പൃഥ്വിരാജ് ഇങ്ങനെ നിൽക്കുമ്പോൾ 2 മക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു പ്രായം മല്ലികാമ്മ ഒറ്റയ്ക്ക് എങ്ങനെ എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയൊരു ചോദ്യം. സത്യം പറഞ്ഞാൽ ആ സുഖം മരിച്ചപ്പോ ഇവര് 10ലും 12ലും ആണേ. ഞാൻ വിചാരിച്ചു തീർന്നു എല്ലാം കഴിഞ്ഞ. എന്നെ കൊണ്ട് എങ്ങനെയാ സുഖം വളർത്തിയ പോലെ വളർത്താൻ പറ്റുന്നത്? സാമ്പത്തികമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ ചോദിച്ചാൽ തരാനുള്ള സാമ്പത്തിക ഭദ്രതയുള്ളവരൊക്കെ ഉണ്ട്, എൻ്റെ ചേട്ടനടക്കം. പക്ഷേ ചോദിക്കാതെ തന്നെ അതിനെല്ലാം ഉള്ള സംവിധാനം അദ്ദേഹം ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് അത്ഭുതമാണ് എനിക്ക്. ഭയങ്കര പ്ലാനിങ് ആണ്. അല്ല, കുറച്ചൊക്കെ ഇങ്ങനെ FD കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം അന്ന് കുട്ടികൾ മൈനറല്ലേ, അപ്പൊ പ്രോപ്പർട്ടി മദ്രാസിലെ വീടും സുകുമാരനും മല്ലികയും എല്ലാം അങ്ങനെയാണ്. തിരുവനന്തപുരത്തും അങ്ങനെ. പിന്നെ എനിക്ക് അത് കാരണം അതൊക്കെ വിൽക്കാൻ നേരത്ത് പവർ ഓഫ് അറ്റോർണിയൊക്കെ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികൾ 18 വയസ്സാകുന്നിടം വരെ നമുക്ക് ഈ മൈനർ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ വേണമല്ലോ, അവർക്ക് വേണ്ടി ഞാൻ ഒപ്പിടുന്നതായിട്ടൊക്കെ അങ്ങനെ. അത് പിന്നെ കുട്ടിക്കാനത്ത്, കാന്തല്ലൂർ, മൂന്നാർ സൈഡില്, ഇങ്ങനെ എല്ലായിടത്തും. ഊട്ടി നല്ലൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ദാസപ്രകാശ് ഹൈ പോയിന്റ് അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ്. ഇതെല്ലാം അദ്ദേഹം വാങ്ങിച്ചത് 3 എൻ്റെ പേരില്ല, 2 ഞങ്ങളെ 2 പേരുടെയും കൂടെ പേരില്ല. അപ്പം ഞാൻ ആലോചിക്കും എന്തിനായിരുന്നു എന്തോ ഈശ്വര. അപ്പം എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും അത് മാത്രമേ ഇടയ്ക്ക് പറയാമായിരുന്നു. ഞങ്ങൾ ഈ എടപ്പാളുകാരൊക്കെ ഒരു 50-55 തട്ടിപ്പോകുന്നവരാണ്. അത് പറയും സുവർണ്ണ 49 ആയുള്ളൂ എന്നാലും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹം ആ ഒരു ചെറുപ്പത്തിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ഭൂസ്വത്തുക്കളൊക്കെ വാങ്ങിച്ചിട്ട് സാമ്പത്തികമായിട്ട് എനിക്ക് ആരോടും ചെന്ന് മാസം പൈസ ഒന്ന് സഹായിക്കണമെന്ന് ആവശ്യപ്പെടേണ്ടി വന്നിട്ടില്ല. ഇന്നും എൻ്റെ മക്കൾ എത്ര ലക്ഷം വേണമെങ്കിലും തരും, പക്ഷേ കഴിയുന്നത് ഞാൻ അവരെ ഉപദ്രവിക്കില്ല. കാരണം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനം കിട്ടാനായിട്ട് ചില വീടുകളൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് വേണം, അതൊക്കെ മതി എനിക്ക് വലിയ. ഞാൻ ഈ ഒരുപാട് സോഷ്യൽ വിസിറ്റ്സ് പോകുന്ന ആളല്ല. കഴിയുന്നത് വീട്ടിൽ ഇരിക്കും, TV കാണും, അല്ലെ വല്ല പുസ്തകം വായിക്കും, ഇതൊക്കെ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് പറയാനുള്ള കാര്യം 2021 തോന്നുന്നു സൈമ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിനും കിട്ടിയിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥന മോൾക്ക്. അപ്പം പ്രാർത്ഥന ഈ പാട്ട് പാടും എന്നുള്ളത് ആരാണ് ശരിക്കും തിരിച്ചറിഞ്ഞത്? അല്ല, ശരിക്കും മോള് തന്നെയാണ് ആദ്യം ഇങ്ങനെ തന്നെത്താനെ ഈ പോപ്പ് മ്യൂസിക്കിനോട്. ജസ്റ്റിൻ ബീബറുടെ വലിയ ഫാനായിരുന്നു അവള്. അപ്പം അങ്ങനെ ആ പാട്ടുകളൊക്കെ പഠിച്ചു. പിന്നെ ഗിറ്റാർ പഠിച്ചു, പിയാനോ, 2 അസലായിട്ട് വായിക്കും. അപ്പം അവള് തന്നെ ഗിറ്റാർ പ്ലേ ചെയ്ത് പാടും, പിയാനോ പ്ലേ ചെയ്തുകൊണ്ട് അവള് പാടും. അങ്ങനെ പാട്ട് വലിയ ഇഷ്ടം. അപ്പം ഞാനിടയ്ക്ക് ചോദിച്ചു, മോളെ ഇത്രയും സമയം, എന്നിട്ട് പാട്ട് തന്നെത്താനെ അവള് കമ്പോസ് ചെയ്യും. അവള് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ സ്കൂളിലും ഒക്കെ ഇരിക്കുമ്പോഴാണ് ഈ ലണ്ടനിൽ 1 വർഷം പഠിച്ചിട്ട് പിന്നെ തിരിച്ചു വരാം, അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അമേരിക്കയിൽ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല പദ്ധതികൾ. അപ്പം എനിക്ക് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട
എന്താ, നമ്മുടെ കാലത്ത് ആകെപ്പാടെ 2 തന്നെ ഉള്ളു. ഒന്നില്ല ഡോക്ടർ അല്ലേ എഞ്ചിനീയർ അല്ലേ കൂടിപ്പോയാ വക്കീല്. എന്നിട്ട് നമ്മൾ കിടന്നുകൊണ്ട് ഫിസിക്സും കെമിസ്ട്രി എന്തിനായിരുന്നു എന്തോ ഉള്ള ഇക്വേഷൻസ് മുഴുവൻ കാണാതെ പഠിച്ചു പോയി പരീക്ഷ ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ കുട്ടികൾ കുറെ കൂടെ ബുദ്ധിയുണ്ട്. ഇപ്പൊ ഓരോ മേഖലകളിലും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ എന്താണ് പഠിക്കേണ്ടത് കുട്ടികൾക്ക് അറിയാം. കാരണം വിരൽത്തുമ്പിലാണല്ലോ അവൾ തന്നെ കണ്ടുപിടിച്ചാണ്. ലണ്ടനിലെ അങ്ങനത്തെ ഒരു ആ യൂണിവേഴ്സിറ്റിയാണ് നല്ലത്, ഉടനെ അങ്ങോട്ടേക്ക് അയക്കുന്നു, അവൾക്ക് അഡ്മിഷൻ കിട്ടും. അവൾ പഠിക്കും, ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അത് കിട്ടി, അഡ്മിഷൻ കിട്ടി, പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ട് ഇവിടെ എന്തോ ഒരു തിയേറ്റർ എന്നൊക്കെ പറഞ്ഞ് ഈ കോഴ്സും കൂടെ എടുത്തിട്ട് അദ്ദേഹത്തിന് അമേരിക്കയിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ ഇവിടെയൊക്കെ ഇവരുടെ പാട്ടുകളൊക്കെ വിളിക്കുന്നുണ്ട്, അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ കുറേ പ്രോഗ്രാം ബാംഗ്ലൂരിൽ അവിടെ ഇവിടെയൊക്കെ തന്നെ ഓരോരുത്തർ ഇങ്ങനെ ഇവരുടെ പാട്ടൊക്കെ കേട്ട് വിളിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് ഫാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പ്രാർത്ഥനയ്ക്ക്. അല്ല, തീർച്ചയായിട്ടും. അപ്പൊ അവക്ക് കൊച്ചിലെ അവക്ക് അത് തന്നെയായിരുന്നു ആഗ്രഹം. പിന്നെ പുറത്ത് നിന്ന് നോക്കുന്നവന് ഇതെന്താ കൊച്ച് ഇങ്ങനെ പാടുന്നത് മറ്റേ കുറച്ച് പല ചോദ്യങ്ങളും ചോദിക്കാമല്ലോ. ആരോ പറഞ്ഞിട്ട് പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിലുള്ള രക്തമല്ലേ, അവൾക്ക് ഇതൊന്നും ഒരു കാര്യവുമില്ല. അവൾ അവളുടേതായ ഒരു വഴിക്ക് പോവും. അവൾ അച്ഛനും അമ്മയും അവളോടൊപ്പം ഉണ്ട്, ഞങ്ങളെല്ലാവരും അവളോടൊപ്പം ഉണ്ട്. അവൾക്ക് പാട്ടാണോ പാടിക്കോട്ടെ, എന്തിപ്പോ നഷ്ടം, ആർക്കാ നഷ്ടം. പറയുമ്പോ വേറെ ഒന്നും കൂടി ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. അല്ല, പ്രാർത്ഥന തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇങ്ങനെ അവള് ക്ഷീണിച്ചപ്പോ ഇങ്ങനെ കൊച്ചിനെന്തോ പറ്റി അങ്ങനെ ഇങ്ങനെ മറ്റത്. ഇതേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെയിങ് മെഷീൻ നോക്കുമ്പോൾ 1 കിലോ കൂടിയാൽ ഇവർ ജിമ്മിൽ പോക്ക്, അത് വയസ്സ് 16 17 ആണെന്നൊന്നും അവർ നോക്കുന്നില്ല. അപ്പൊ ഒരു ഭാഗം പറഞ്ഞ എന്താ, ഇപ്പോഴേ പോകണം, പഠിക്കണം. കണ്ടോ, ചേച്ചിക്കൊക്കെ അങ്ങനെ പോകാത്തോണ്ടുള്ള കുഴപ്പമാണെന്ന് നമ്മളെ പറയും. അവര് പോയി അവര് വെയിറ്റ് കുറയ്ക്കുന്നു, അങ്ങനെ ഇതിൻ്റെ കൂടെ പഠിത്തമുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞു, മോളെ ഈ പഠിത്തവും എന്തെങ്കിലും ഈ ബാംഗ്ലൂരിലൊക്കെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന ഫുഡല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലോ, കോളേജിനകത്ത് തന്നെയാണ് ഗേൾസിന്റെ ഹോസ്റ്റലൊക്കെ അവിടെ. അപ്പൊ അത് കാരണം അങ്ങനെയൊക്കെ വരുമ്പോൾ മോക്കൊരു ക്ഷീണമുള്ളു. ആ ക്ഷീണം പക്ഷെ എനിക്ക് അങ്ങനത്തെ ഫീൽ ചെയ്തില്ല. ഞാനിപ്പോൾ കറക്റ്റായിട്ട് ജിമ്മിലൊക്കെ പോകാം അമ്മ, എനിക്ക് വെയിറ്റൊക്കെ 2-3 കിലോ കുറഞ്ഞു. എന്നാലും അവൾ എന്നും പാടുന്നുണ്ട്, എന്നും പിയാനോ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, സകല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ അവക്ക് ഇങ്ങനത്തെ പറച്ചിലുകളൊന്നും ഏശാത്ത അത് പറയട്ടോ, സാരമില്ലാതെ അവരുടെ ഒരു ഇഷ്ടം. അതുപോലെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അത് പ്രാർത്ഥനയെ ആർക്കും അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരു വിരോധവും ആ കുട്ടിയുടെ കാണത്തില്ല. 10-16 വയസ്സ് കഴിഞ്ഞ് 10-17 വയസ്സായ കുഞ്ഞിനോട് എന്ത് വിരോധം തോന്നാനായിട്ടാ. അപ്പൊ ഇതൊരു പക്ഷേ ചിലപ്പോ ഇന്ദ്രനെയും പൂർണ്ണിമയും ഞാൻ ഈ ആദ്യം പറഞ്ഞാലോ ഒന്ന് ചൊറിയാ. അല്ല, പക്ഷെ അവര് കാണുന്നുണ്ടോ ഈ കമന്റ്സ് വല്ലതും? അവർ നോക്കാറ് കമന്റ്സ് ഒന്നും ആരും, അത് ഈവൻ ഞങ്ങള് പോലും ഇല്ല. ഞങ്ങളെയൊക്കെ വല്ലവരും വിളിച്ചു പറയും, ചേച്ചി ഇങ്ങനെ ഒരുത്തരൊരു കമന്റ് ഇട്ടിരിക്കുന്നു, ഇങ്ങനെ ഒരുത്തരൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. സത്യം ഞാൻ വിളിച്ചു പറയട്ടെ. കാരണം ഇതൊക്കെ കൂടെ വായിച്ചു, നമ്മുടെ ജോലി സർക്കാർ ജോലിയല്ലല്ലോ, ശനിയും ഞായറും ഇല്ല. രാവിലെ 7-7:15 വീട്ടിൽ നിന്ന് പോകണം, രാത്രി 8 മണിക്ക് വരുമ്പോഴത്തേക്ക് തളരും. ഒരു കുളി, ഭക്ഷണം, അത് കഴിഞ്ഞ് വന്ന് ചിലപ്പോൾ ന്യൂസോ ഒക്കെ ഒന്ന് കുറച്ചൊന്ന് കാണും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കുക. ആരുടെ കമന്റ് വായിക്കുന്നതാ? കറക്റ്റായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരെണ്ണമായാലും മതിയല്ലോ, ആളുകളിലേക്ക് എത്തിയാൽ മതിയല്ലോ. എന്തായാലും മഴവിൽ കേരളത്തിന്റെ എല്ലാ പ്രേക്ഷകരോടും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുക. ഇനിയും ഇതുപോലെ നല്ല നല്ല എന്താ പറയുക സംസാരങ്ങളുമായിട്ടൊക്കെ നമുക്ക് കണ്ടുമുട്ടാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. സജിനെ ഞാൻ വിളിക്കുന്ന എൻ്റെ ഗുരുവായൂരപ്പൻ എന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മതങ്ങളെ എനിക്ക് വിശ്വം. ഞാൻ താമസിച്ചത് ഖത്തറിലാണ്, തൊട്ട് മുമ്പിൽ പള്ളിയാണ്. ഞാൻ എല്ലാ റംസാനും ഞാൻ അവിടെ 100 ബിരിയാണി വെച്ച് കൊടുക്കും. അവിടെ ഈ ജുമായിക്കും ഒക്കെ അറിയാമല്ലോ, വൈകുന്നേരം പകൽ മുഴുവനും ഇതാണ്, ഫാസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം അവിടെ സദ്യയും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ സ്പോൺസർ ഷേക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പള്ളിയാണ്. ഒരുപാട് അന്ന് എനിക്ക് ഹോട്ടൽ ബിസിനസ് ആയിരുന്നു അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ജാതിയും മതമൊന്നുമില്ല. പറയുന്നവർക്ക് പലതും പറയാം, എല്ലാവരും മനുഷ്യരാ. നമ്മുടെ ജാതി എന്താണെന്ന് നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞാൽ നമുക്കറിയാവും, നമുക്ക് തെളിവൊന്നുമില്ല അല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ എല്ലാവരും ജീവിക്കുക. അതിൻ്റെ പേരിൽ അതല്ലേ പറയുന്നത്, അതിൻ്റെ പേരിലുള്ള ഈ സ്പർദ്ധയും വൈരാഗ്യവും ഇഷ്ടക്കേടും പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ കാണിക്കുന്ന അതൊക്കെ ഒരു കാലത്തും ഒരു മാപ്പ് അർഹിക്കുന്നതല്ല. ഇപ്പൊ വീട്ടുകാരും നാട്ടുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ നിങ്ങൾക്ക് മാപ്പ് തന്നാലും അവിടെ ഒരുത്തൻ ഇരിപ്പുണ്ട്, എല്ലാം കൂടെ ചേർത്ത് വായിക്കുക എൻ്റെ പൊന്നു മക്കളെ. അതെ, രാജ്യങ്ങൾക്കിടയിൽ അതിൽ നിറത്തിന്റെ ഇടയിൽ അതില് ബോഡി ഷേമിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ജാതി മതം രാഷ്ട്രീയം ഒന്നും പറയണ്ട, പലതരത്തിലാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം മാറട്ടെ, മാറുന്ന പ്രതീക്ഷിക്കാൻ നമുക്ക്. പക്ഷെ അതിനൊരു നല്ല നിലയിൽ ഉണ്ടാവും നമുക്ക് വിചാരിക്കാം. അപ്പൊ എന്തായാലും മല്ലികാമ്മ ഇത്ര തന്നെ സംസാരിച്ച് ഒരുപാട് സന്തോഷം. താങ്ക് യു.